ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങളെപ്പോഴും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഷ്ടവുമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഇതൊന്നും മാറ്റിയെടുക്കണം. അതായത് എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് ഒന്ന് മാറ്റണം, എന്നിട്ട് എന്നെ മിസ് ചെയ്യാൻ തുടങ്ങണം. ഇങ്ങനെയൊക്കെ എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. സോ ആ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട്, അതേപോലെ നിങ്ങളെ മിസ് ചെയ്യാനും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് കയറി എഫോർട്ട് എടുക്കുന്ന ആ ഒരു രീതി ഇനി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് കയറി മെസ്സേജ് അയക്കാം, അതേപോലെ തന്നെയാണ് അവരെ കാണാനോ എല്ലാത്തിനുള്ള പ്ലാനിങ്സ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആദ്യം മെസ്സേജ് അയക്കുന്നതൊക്കെ നിർത്തുക, ഇനി അതിൻ്റെ ആവശ്യമില്ല. അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളോട് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. വാല്യൂ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പരിധി വരെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ ആദ്യം എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മാത്രമല്ല, എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളെ കാണണമെന്നോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്തൊക്കെ നമ്മളുണ്ട്, നമ്മുടെ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്, അവരെ കാണാനുള്ള പ്ലാനിങ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ മിസ് ചെയ്യില്ല. അപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണ് ചെയ്യണത്. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കുന്ന ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിലേ വരുത്തുക എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മെസ്സേജ് വന്നു അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുക. അങ്ങനെ ഒരാളാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പതിയെ കൊടുക്കുക, ഡിലേ വരുത്തുക. അപ്പൊ അവരുടെ മനസ്സിൽ ഇവളെന്താ എന്നെ മറന്നോ, ഇങ്ങനൊരു ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല ഒരു ക്യൂരിയോസിറ്റി കൂടി ഉണ്ടാക്കണം, എന്ത് പറ്റി എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മളെല്ലാം അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മിസ് ചെയ്യില്ല എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. അവരിപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കുമ്പോൾ ആ കൊടുത്ത് ആ ഒരു റിപ്ലൈ കണ്ട് വായിച്ചു കഴിഞ്ഞതോടുകൂടി അവരുടെ മനസ്സിൽ നമ്മളെ പിന്നെ നമ്മളെ ഓർക്കാനുള്ള സാധ്യത കുറവായി വരിക ചെയ്യണത്. നേരെ മറിച്ച് അവർ നമുക്ക് മെസ്സേജ് അയച്ചു, അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്ലൈ കൊടുക്കുന്നില്ല, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നാൽ കണ്ടപാടെ റിപ്ലൈ കൊടുക്കേണ്ട ആളുകളാണ്. മെസ്സേജ് വന്ന ആ നോട്ടിഫിക്കേഷൻ കണ്ട് അപ്പോൾ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടും റിപ്ലൈ ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ റിപ്ലൈ കൊടുക്കേണ്ട ആ ഒരു ടൈം കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ പിന്നെ അവർ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും, എന്താ ഒരു റിപ്ലൈ വരാത്തത്, എന്താ പറ്റിയത്, ഇത്ര വേഗം എന്താ സംഭവിച്ചത്, ഇനിയിപ്പോൾ എന്നെ മറക്കാൻ തുടങ്ങിയോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് റിപ്ലൈ ഒന്നും കൊടുക്കരുത്, ഡിലേ വരുത്താനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മാജിക് ഡിസപ്പിയറിംഗ് ആക്ട് എന്നൊക്കെ നമ്മൾ പറയും. അതായത് വേറെ ഒന്നും ഉദ്ദേശിക്കണില്ല, ഒരു ദിവസം നിങ്ങൾ അവരുടെ ചുറ്റുമായിരിക്കണം. അതായത് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരെ എപ്പോഴും മെസ്സേജ് അയക്കുക, വിളിക്കുക, സംസാരിക്കുക, ഈ കാര്യങ്ങളൊക്കെ. അതായത് അവരാണ് എല്ലാം എന്നുള്ള രീതിയിലാവണം നിൽക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ബിസി ആവുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടത്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്താണ്, അല്ലെങ്കിൽ ഞാൻ ചെറിയ തിരക്കിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇത് അവർക്ക് ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് എന്താ പറ്റിയത്, ഇന്നലെയൊക്കെ എന്നോട് അത്രയും സ്നേഹമായിരുന്നല്ലോ, അല്ലെങ്കിൽ എന്നോട് ഫുൾ ടൈം എന്നോട് സംസാരിക്കുക, അങ്ങനെയുള്ള ആളായിരുന്നു, ഇപ്പം എന്താ പറ്റി, പെട്ടെന്ന് തിരക്കായല്ലോ, ഫ്രണ്ട്സിനോട് പോണ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഒന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് അവരുടെ മനസ്സിലൊരു ചിന്ത വരും, ഇങ്ങനെ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. അപ്പം എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയോ, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം നിങ്ങൾ ഫുൾ ടൈം അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിങ്ങളാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ദെൻ നെക്സ്റ്റ് ഡേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ചൊന്ന് തിരക്കായിട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ വലിയ രീതിയിൽ അവർക്ക് അവൈലബിൾ ആവാതിരിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെവലപ്പാണ്. അതായത് വേറൊന്നല്ല, അവരുടെ മെസ്സേജിനും അവരുടെ റിപ്ലൈക്കും കാത്തു നിൽക്കുന്നതിന് പകരം അതെല്ലാം വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോവാം, പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു തിരക്കേറിയ ജീവിതമാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ പലരും വിചാരിക്കേണ്ടാവുമ്പോൾ, ഇതിപ്പോൾ ജിമ്മ് പോകണം, ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ജിമ്മ് പോകണം, അതല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഇത്ര വലിയ തിരക്കൊക്കെ മാറുക, സാധാരണ ഒരു തിരക്കില്ലാണ്ട് വീട്ടിലിരിക്കുന്ന ആളാണ് ഞാൻ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ വിചാരിക്കും. നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നോ, പക്ഷേ നിങ്ങൾ കുറച്ച് ബിസി ഉള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളത് അവരെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് ഈ ജിമ്മിൽ പോകുന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിളാണ്. അതേപോലെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഒന്ന്, അത് നമുക്ക് നല്ലതാണ്, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമുക്ക് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും ഫ്രണ്ട്സ് ആവുന്നതൊക്കെ കുറേ നല്ല കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാ, വാട്സപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് അവർ കാണുകയും ഇത് എനിക്ക് അറിയുന്ന ലിസ്റ്റിലുള്ള ആളല്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരും. അപ്പോൾ അതായത് ഞാൻ അറിയാത്ത ആളാണ്, ഇത് പുതിയ ഏതോ ആളാണല്ലോ, ഇത് എപ്പോഴും ഇവരിങ്ങനെ കമ്പനി ആയത്, ഇങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ് ഓരോ സ്റ്റേജിലൂടെയും ആ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവർ മനസ്സിലാക്കേണ്ടതും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് തിരക്കേറിയ പേഴ്സണായിട്ട് മാറുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അവർക്കൊരിക്കലും പിന്നീട് നിങ്ങളെ വിടണം എന്ന് തോന്നാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജിമ്മിൽ പോകുന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ ടോട്ടൽ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. അവരെ ഇനി കാണുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. കുറച്ചുകൂടി മികച്ച രീതിയിലേക്ക് ആക്കാൻ നിങ്ങളെ തന്നെ പ്രേരിപ്പിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈനലി അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു തുടങ്ങും. അതായത് ഇത്രയും നാളെ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കായിരുന്നു, അവരുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇനി അങ്ങോട്ട് അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഒരു നിങ്ങളിലേക്ക് വരണം എന്ന്, അതേപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് അയക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. അതിന്റെ ഭാഗമായിട്ട് അവരിങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ഷോർട്ടായിട്ട് മാത്രം നിങ്ങൾ അവർക്ക് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഓരോ മെസ്സേജിലും നിങ്ങളുടെ കോൺഫിഡൻസ് കാണാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഓക്കെ എന്നുള്ളതിന് കെ എന്ന് പറയുക. അത് ഷോർട്ടാണ്, ബട്ട് അവിടെ നിങ്ങളുടെ കോൺഫിഡൻറ്റ് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ അയക്കാം. അപ്പോൾ അതേപോലെ വളരെ ഷോർട്ടായിട്ടുള്ള ആൻസർ മാത്രം എല്ലാത്തിനും കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മൾ ഒരാളോട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം ചോദിക്കുന്ന സമയത്ത്, മെസ്സേജ് അയക്കുന്ന സമയത്ത് അയാൾ ഷോർട്ടായിട്ടുള്ള ആൻസർ തരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്ത് ഇങ്ങനെ ആൻസർ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാണ്ട ഒരു ചിന്ത വരാറുണ്ട്. അതായത് ആള് ഭയങ്കര സംഭവമാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് തോന്നുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ബിക്കോസ് അവർ വളരെ ഷോർട്ട് ആൻസേഴ്സ് തരുന്നത്, പക്ഷേ ആ ഷോർട്ട് ആൻസേഴ്സിന് അങ്ങനെ ഒരു പവർ കൂടി ഉണ്ട്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നിപ്പിക്കാനുള്ളൊരു പവർ കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ ഷോർട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് കോൺഫിഡൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ആൻസറൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തായാലും മനസ്സിലൊരു ചിന്ത വരും, അയ്യോ ഇതിപ്പോൾ എൻ്റെ കൈവിട്ട് പോകുന്ന ഒരു രീതിയാണല്ലോ, അല്ലെങ്കിൽ പോകാനുള്ള ചാൻസ് ആണ്, അപ്പം ഞാൻ ഇനിയും കുറച്ചുകൂടി അവൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ അവർ തന്നെ ചിന്തിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു ഹൈ വാല്യൂ പേഴ്സൺ ആണെന്നുള്ള ചിന്ത അവരിൽ കൊണ്ടുവരാനായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4-5 കാര്യങ്ങളാണ്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്. സോ എന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, നിങ്ങളെ മിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്, എന്തൊക്കെ ചെയ്തിട്ടും അവർ ഓക്കെ ആവുന്നില്ല, പക്ഷെ ഇഷ്ടമൊക്കെയാണ് എന്നാലും ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നിങ്ങളെ സ്നേഹിക്കണം, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. സോ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്